ഹലോ ഗായ്സ്, നമ്മളുടെ ചാനലിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരാൻ പോകുന്നത് നമ്മളുടെ കാറിന് വേണ്ടി വാങ്ങിച്ച ഒരു ഡ്രീം ഐറ്റമാണ്. നമ്മളിതിന്നിവിടെ അൺബോക്സിങ് ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ആമസോൺ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന പ്രൊഡക്റ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ വിഷ് ലിസ്റ്റ് ഇട്ടൊരു ഐറ്റമാണ്. നമ്മളിത് ഇന്നിവിടെ കാറിന് വേണ്ടി വാങ്ങിച്ചത് ഇന്നിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ലെറ്റ്സ് ഗോ. സിമ്പിൾ പാക്കിംഗ് ആണ്. ഒരുപാട് റാപ്പിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബോക്സിൽ അൺബോക്സ് ചെയ്താൽ തന്നെ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യാനും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഐറ്റം റഡാറ് ഐറ്റമാണ്. തണ്ടർ ബോഡി ഗ്ലോ ലൈറ്റാണ്, സ്ട്രിപ്പാണ്. നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഗായ്സ്, ഇത് നമ്മളുടെ LED ലൈറ്റിൻ്റെ യൂണിറ്റാണ്. ഇതിൽ QR കോഡ് ഉണ്ട്. ഇതിലൊരു പവർ കേബിൾ പോകാനുള്ള സെപ്പറേറ്റ് കോഡ് ഉണ്ട്. അത് ഇതിൽ കണക്ഷൻ വരും. ഇത് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ട ആകെ 2 ലൈനുള്ളൂ. അതുകൂടാണ്ട് ലൈറ്റിന് വരുന്നത് 2 ലൈൻ ലെങ്ത്ത് കൂടുതലാണ്. ഒന്ന് ബാക്കും ഫ്രണ്ടും അത് ഏകദേശം സെയിം ലെങ്ത് ആണ്. അതിൻ്റെ നീട്ടം ഇത്രയും വരും. അടുത്തത് വരുന്നത് വയർ ലെങ്ത്ത് കുറവാണ്, പക്ഷേ LED സ്ട്രിപ്പിന് ലെങ്ത്ത് കൂടുതലാണ്. 1 അടിയോളം അതിന് കൂടുതലാണ്. നമുക്കിതിന് കാറിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യാനുള്ളത്. നമുക്കത് ഇന്നിപ്പോൾ രാത്രിയായി, നമുക്ക് വേറൊരു ദിവസം ഇതിൻ്റെ വർക്ക് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ ഗായ്സ്, ഇതാണ് നമ്മളുടെ LED സ്ട്രിപ്പ് കയറ്റാനുള്ള കാറ്. ടാറ്റ ആൾട്രോസ് ആണ്. ഇതിൽ വേറെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഇത് വണ്ടി ഇവിടെ നിന്ന് കയറ്റിയിട്ടിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യണം, എന്നാലും ഇതിൻ്റെ അടിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നമ്മളുടെ കാറ് അപ്ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും പോരാ, എന്നാലും നമുക്ക് വേണ്ട രീതിയിൽ കിടന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അണ്ടർബോഡി വരുന്നത്. അതായത് സ്ട്രിപ്പ് വരുന്നത് നമുക്ക് എത്ര നീളം എന്നുള്ളതും പിന്നെ സ്ട്രിപ്പ് വെക്കേണ്ട എത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഒക്കെ നമ്മളൊരു ഉദ്ദേശം അളന്നിട്ട് നമ്മൾ സ്റ്റിക്കർ ഊരിയിട്ട് നമ്മളൊരു ചെറിയ രീതിയിൽ ഇടവിട്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രിപ്പിന് ഒരു 3 സ്ക്രൂ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. സെൻറ്ററിൽ ഒരെണ്ണം 2 അറ്റത്തായിട്ട് കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ സഹായിക്കാനായിട്ട് ആരുമില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ ഒരു അഡ്ജസ്റ്റ് പണി ചെയ്ത് വെക്കേണ്ടി വരും. ഹെൽപ്പ് ചെയ്യാനൊന്നും ആരെയും വിളിച്ചില്ല, ഒറ്റക്കിരുന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ലൈറ്റ് കത്തുമ്പോൾ കാണിക്കാം. സോ ഗൈസ്, എൻ്റെ 3 സെക്ഷൻ കഴിഞ്ഞ് കാറിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഫ്രണ്ട്, ബാക്ക്, നമുക്കപ്പോൾ ഈ ഒരു പോർഷനും കൂടെ ഉള്ളൂ. അത് ഇതാണ്. ചെറുതായിട്ടൊന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയും കൂടെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക.
അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേണ്ടത്ര ആൾക്കാരെ അറിവുള്ളവരെ കൂടെ നിർത്തുക. എന്നിട്ട് ഇത് വെക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. കല്ലൊക്കെ നല്ല സ്ട്രോങ് കല്ലായിരിക്കണം. ഇതിൻ്റെ അടിയിൽ പെട്ട് പടമാവരുത്. അപ്പോൾ നമ്മൾ വേണ്ടത്ര പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ആൾക്കാരെ വേണ്ട പോലെ അറിവുള്ളവരെ കൂടെ നിർത്തുക. അത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഗൈസ്, നമ്മളുടെ LED സ്ട്രിപ്പ് ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ പിടിച്ച് 4 സൈഡും കവർ ചെയ്യാനായിട്ട്. നമ്മളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്പാർക്ക് ഓണാക്കിയാൽ LED സ്ട്രിപ്പും കൂടെ ഓണാവും. അപ്പോൾ നമ്മളല്ലാന്നുണ്ടെങ്കിൽ റിമോട്ട് ഇട്ടിട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ സ്പാർക്ക് ഓണാണ്. ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പോൾ ബ്ലൂ വയലറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെടിപ്പായിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വയറിങ് എല്ലാം വൃത്തിയോടെ ഒതുക്കി ഓടിച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് നന്നായി പശയൊക്കെ തേക്കുന്ന ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ചേസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വയർ ടൈ ചേസിൽ കൊടുത്തിട്ടുണ്ട്. തട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇൻ കേസ് അറിയില്ല, സെൻറ്റർ ഭാഗമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ടയറ് കാര്യങ്ങൾ തൂങ്ങുമ്പോഴത്തേക്കും ചേസ് അതിനോടൊപ്പം ഇതാവുമല്ലോ. നോക്കാം, നമുക്ക് അറിയില്ല. അതവിടെ ഓപ്ഷനുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പുറകിലായിപ്പോവും. വേറെ ഓപ്ഷൻ ഇല്ല അവിടെ കൊടുക്കാതല്ലാതെ. അപ്പോൾ നമുക്കിതിൻ്റെ രാത്രി വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ദിവസം ചെക്ക് ചെയ്യാം. സോ ഗായ്സ്, ഇതാണ് നമ്മളുടെ LED സ്ട്രിപ്പിൻ്റെ റിസൾട്ട്. നമ്മുടെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഒരു റിസൾട്ടാണിത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പം അതിൻ്റെ LED പ്രൊജക്ഷൻ നല്ലൊരു പ്രൊജക്ഷനാണ് അതിൽ നിന്ന് വരുന്നത്. നല്ല ഷാർപ്പാണ്, നല്ല ബ്രൈറ്റാണ്, അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി LED ലൈറ്റാണ്. നമ്മളിതിൽ ആ ഡിവൈസിലൊരു QR കോഡ് ഉണ്ട്. അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന മ്യൂസിക് മോഡ്, ഇൻബിൽട്ട് മൈക്കും ഉണ്ട് ഡിവൈസിൽ. അതുകൂടാണ്ട് നമ്മളുടെ ഫോണിൻ്റെ മൈക്കും അതിൽ യൂസ് ചെയ്യും. അതിൽ കുറേ സോഫ്റ്റ്, ഡൈനാമിക് എന്ന് കുറേ പാറ്റേൺ കാര്യങ്ങളുണ്ട്. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. പല ലൈറ്റ് സിംഗിളായിട്ടും അതുകൂടാണ്ട് മൾട്ടി കളറായിട്ടും ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടേതായ പാറ്റേൺ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 1400 രൂപയാണ്. അത് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. നമ്മളിതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കാം. അപ്പോൾ ഇതാണ് 1400 രൂപയ്ക്ക് ഇത് 100% വേർത്താണ്. നമ്മൾ ഈ വർക്ക് ചെയ്ത് വരുന്ന അത്യാവശ്യം മോഡിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊജക്ഷനാണ് അതിൽ നിന്ന് LED എന്ന് വരുന്നത്. സൂപ്പർ സാറ്റിസ്ഫാക്ഷനാണ്, കൊള്ളാം. അപ്പോൾ ബായ്, നമ്മളുടെ ഈ വർക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു അൺബോക്സിങ് വീണ്ടും വരും.